മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 130ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് സംഘടനയുടെ ജന്മഗേഹമായ പഞ്ചാബിലെ ഖാദിയാനിൽ പ്രൗഢഗംഭീരമായ തുടക്കം. അഹമ്മദിയ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബിന്റെ പ്രതിനിധി റഫീഖ് അഹമ്മദ് മലബാരി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. നന്മയിൽ പുരോഗതി നേടുകയും ധാർമ്മിക നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയം അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി പാഴാക്കാതിരിക്കുക. ദൈവ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ ഓരോരുത്തരും നിറവേറ്റണം. ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തന്റെ സഹോദരനെ സ്നേഹിക്കുന്നതിന് ദൈവം അളവില്ലാതെ അനുഗ്രഹങ്ങൾ നൽകുന്നു. ദൈവമാർഗത്തിലുള്ള ഒരു അധ്വാനവും പാഴായി പോകുകയില്ല. തിന്മ അകറ്റുന്നതിനായി വിജ്ഞാനം നേടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതമെന്നത് വാസ്തവത്തിൽ മനുഷ്യന്റെ ഭൗതികവും ആധ്യാത്മികവുമായ അവസ്ഥകൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ദൈവവുമായി സത്യസന്ധവും സുദൃഢവുമായ ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗമാണെന്ന് മുഹമ്മദ് ഇനാം ഗോറി അഭിപ്രായപ്പെട്ടു. इस ज़माने में हम मौजूद हैं. हमें कोई मुखालिफ दुश्मनी से आग के अंदर डालकर देख ले, खुदा उस आग को ठंडा करता है कि नहीं. और हजूर अलैहिस्सलाम ने अपने एक शेर में फरमाया, तेरे मकरों से ए जाहिल मेरा नुकसान नहीं हरगिज़. तेरे मकरों से ए जाहिल मेरा नुकसान नहीं हरगिज़. कि ये जहाँ आग में पड़कर सलामत आने वाली है. सर रसूख भी इतना ज़्यादा था कि मुसलमानों में बहुत कम ऐसे अशखास हुए हैं जो उनके हम पाया हों. മതത്തിന്റെ അനുയായികൾ മറ്റ് മതഗ്രന്ഥങ്ങളെയും മത ഗുരുക്കന്മാരെയും അവഹേളിക്കുന്നതാണ് ഇന്നത്തെ കുഴപ്പങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് അമീദ് കൗസർ, ഹാഫിസ് മഖ്ദൂം ഷെരീഫ്, മുനീർ അഹമ്മദ് ഖാദിം തുടങ്ങിയവരും പ്രസംഗിച്ചു. കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ ജില്ലാ അമീർ ടി കെ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാപന ദിവസത്തിൽ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ ചാനലിലൂടെ അഹമ്മദിയ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സദസ്യരെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.